ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോയ ചങ്ക്സ് വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ വേഗം തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം നോക്കാം എങ്ങനെയാണ് സോയ ചങ്ക്സ് കറി തയ്യാറാക്കുന്നത്. ഒരു കപ്പ് സോയ ചങ്ക്സ് ആണിത്. സോയ ചങ്ക്സ് നല്ല തിളച്ച വെള്ളത്തിലിട്ടു. അതിനുശേഷം വെള്ളം മാറ്റിയിട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്തു. അതിനുശേഷം കഷ്ണങ്ങളാക്കിയതാണിത്. തേങ്ങ ചിരവിയത് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ പെരിഞ്ജീരകം. തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. 1-2 ടേബിൾ സ്പൂൺ എടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില എടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു സോയ ചങ്ക്സ് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കൊന്നും വേണ്ട. അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറിയാൽ മാത്രം മതിയാവും. ഇനി തേങ്ങയൊന്ന് റോസ്റ്റ് ചെയ്യാം. തേങ്ങയും കൂടെ പെരിഞ്ജീരകവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് റോസ്മെൽ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബാക്കി പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. അതൊന്നും റെക്കോർഡായില്ല, അതുകൊണ്ടാണ് മുളക് പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെയാണ് ഇപ്പോൾ ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ചൂടാറിക്കഴിഞ്ഞാൽ അരച്ചെടുക്കാം. ഇനി കുക്കർ എടുക്കാം. കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. കൂടെ വറുത്തരച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 1 വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സോയ ചങ്ക്സ് കറി. ഞാൻ കുക്കറിൽ നിന്നും ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തതാണ്. അപ്പോൾ ഗ്രേവി ഇങ്ങനെയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-2 കാര്യങ്ങൾ ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1-2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. അപ്പം ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ കറിയിൽ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചേർക്കുന്നില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ.
1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കറി വീണ്ടും തിളപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ കറി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. തേങ്ങ വറുത്തരക്കേണ്ട ചെറിയൊരു പണിയുണ്ട്. അതൊഴിച്ചാൽ വളരെ സിമ്പിളാണ് ഈ ഒരു സോയാ ചങ്ക്സ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ കൂടി അറിയിക്കണം. ഇതേപോലെയുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്